ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പിൽ അപാകതകളുണ്ടെന്ന ആരോപണവുമായി കൊല്ലം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് രംഗത്ത്. കൊല്ലത്തെ ഹോക്കി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിലും റഗ്ബി സ്റ്റേഡിയത്തിന് സജ്ജീകരണങ്ങളിലും തകരാറുകളുണ്ടെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ശിവരാമകൃഷ്ണപിള്ള പറഞ്ഞു. ദേശീയ ഗെയിംസിലെ ഹോക്കി മത്സരങ്ങൾ ആശ്രാമത്ത് പുതുതായി നിർമ്മിക്കുന്ന ഹോക്കി സ്റ്റേഡിയത്തിലും റഗ്ബി മത്സരങ്ങൾ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലുമാണ് നടക്കുക. ദേശീയ ഗെയിംസിന് ശേഷം സ്പോർട്സ് കൗൺസിലിന് കൈമാറുമെന്ന് അറിയിച്ചിട്ടുള്ള ഹോക്കി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശിവരാമകൃഷ്ണപിള്ളയുടെ ആരോപണം. നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംഘാടകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും തുടർന്നുള്ള യോഗങ്ങളിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കുകയായിരുന്നെന്നും ശ്രീരാമകൃഷ്ണപിള്ള പറഞ്ഞു. ആകപ്പാടെ സ്പോർട്സ് കൗൺസിലിൽ ഞങ്ങൾക്കൊരു സെക്യൂരിറ്റിക്കാരനോട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഞാനല്ല, അറ്റൻഡൻസ് ഞാനാണ് നോക്കുന്നത് ഒരു മാസം. പക്ഷേ യാതൊരു കാര്യങ്ങളും എന്നെ അറിയിക്കാറില്ല. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് റഗ്ബി സ്റ്റേഡിയം ഗെയിംസിന് കൈമാറുന്നതെന്നും ആരോപണമുണ്ട്. ഗെയിംസിന് മുന്നോടിയായിട്ടുള്ള കൂട്ടുകെട്ട് സംഘടിപ്പിക്കാൻ 10 കോടിയിലധികം രൂപയുടെ പുറംകരാർ നൽകിയതിൽ ദൂർത്താണെന്നും ജില്ലാ സ്പോർട്സ് കൗൺസിലുകളെയും സ്പോർട്സ് ക്ലബ്ബുകളെയും ഏൽപ്പിച്ചിരുന്നെങ്കിൽ കുറഞ്ഞ ചെലവിൽ മികച്ച രീതിയിൽ നടത്താമായിരുന്നുവെന്നും ശ്രീരാമകൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടു. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.